മണ്ഡലപൂജയോടനുബന്ധിച്ചുള്ള തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അല്പസമയത്തിനകം നടക്കും. നാളെയാണ് മണ്ഡലപൂജ. ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്നു സന്നിധാനം. 41 ദിവസം നീണ്ട മണ്ഡലകാലം പൂർത്തിയാക്കി ശബരിമലയിൽ നാളെ മണ്ഡലപൂജ നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഇന്ന് നടക്കും. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ഇതാ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ചേർന്ന് സ്വീകരിച്ച് സോപാനത്തിലെത്തിക്കുന്ന തങ്കയങ്കി തന്ത്രിയും മേൽശാന്തിയും ചേർന്നാണ് ശ്രീകോവിലേക്ക് കൊണ്ടുപോവുക. തുടർന്ന് ദീപാരാധന നടക്കും. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്, തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നു. ഏവരും കാത്തിരുന്ന നിമിഷം. ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്നു സന്നിധാനം. വിവരങ്ങൾ സുജിത്. തീർച്ചയായും റിജിത്ത് പറഞ്ഞതുപോലെ തന്നെ ശരണമന്ത്രമുഖരിതമായ ശബരിമല സന്നിധാനത്തേക്ക് തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര എത്തിയിരിക്കുന്നു. കർപ്പൂരാഴിയുടെയും തീവട്ടിയുടെയും വാദ്യമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടിയാണ് തങ്കയങ്കി ഘോഷയാത്രയെ ശരംകുത്തിയിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് ദേവസ്വം അധികൃതർ സന്നിധാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് പേടകത്തിലാണ് പേടകത്തിൽ തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ഇപ്പോൾ സന്നിധാനത്ത് 18-ാം പടിക്ക് ചുവട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ 18-ാം പടി കടന്ന് കൊടിമര ചുവട്ടിൽ എത്തുമ്പോൾ കൊടിമര ചുവട്ടിൽ ദേവസ്വം അധികൃതർ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ, അതുപോലെ ദേവസ്വം ബോർഡ് മെമ്പർമാർ ഒക്കെ ചേർന്നുകൊണ്ടാകും ഈ ഘോഷയാത്ര, ഈ തങ്കയങ്കിയെ സ്വീകരിക്കുക. കൊടിമര ചുവട്ടിൽ നിന്നും ബലിക്കൽപുര കടന്ന് നമസ്കാര മണ്ഡപം വഴി സോപാനത്തിലേക്കെത്തും. സോപാനത്തിലേക്കെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്നുകൊണ്ട് ഈ തങ്കയങ്കിയെ ഏറ്റുവാങ്ങി ശ്രീകോവിലേക്ക് എത്തിക്കും. അതിനുശേഷം ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയേറെ ഭക്തർ കാത്തിരുന്ന ആ ദിവസമാണ് ഇന്ന്. ഒരു മണ്ഡലകാലത്തിന്, മണ്ഡല തീർത്ഥാടനത്തിന് പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന വേള, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേള, ആ ദീപാരാധന ദർശിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നമുക്കിപ്പോൾ മുഖരിതമായ ശബരിമല സന്നിധാനത്ത് 18 പടികൾ കടന്ന തങ്കയങ്കി ഘോഷയാത്ര, തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർപ്പൂരങ്ങൾ തെളിഞ്ഞു കത്തുന്നു. ഒപ്പം ഭക്തരുടെ ശരണം വിളികൾ മുഴങ്ങുന്നു. എങ്ങും എവിടെയും 18 മലകളും കേൾക്കുന്ന, 18 മലകളിലും അലയടിക്കുന്ന ആ ശബരീശ ശരണം വിളികളാണ് മുഴങ്ങിക്കേൾക്കുന്നത്. ഇപ്പോൾ ഇനി നമ്മുടെ ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു സമയമാണ്, ആ ഒരു സന്ദർഭമാണ്, മുഹൂർത്തമാണ്. അതിനുശേഷം ദീപാരാധനയ്ക്ക് ശേഷം ദീപാരാധനയ്ക്ക് ശേഷമാകും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. തൊഴുകൈകളോടെ, ശരണം വിളികളോടെ ഭക്തർ കാത്തിരുന്ന ആ സമയമാണ് തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയത്. ഇന്ന് 3 ദിവസങ്ങളിലായി ഈ തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര കടന്ന് വിവിധ ക്ഷേത്രങ്ങളിലൂടെ കടന്നെത്തി ലാഹയിലെത്തി. അതിനുശേഷം ലാഹയിൽ നിന്നും പ്ലാപ്പള്ളിയിലും നിലയ്ക്കലും കടന്ന് ഉച്ചയോടുകൂടി ചാലക്കയത്തേക്ക് എത്തി. അവിടെ നിന്നും പമ്പയിലെത്തി വിശ്രമിച്ച ശേഷമാണ് 3 മണിയോടുകൂടി സന്നിധാനത്തേക്ക് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടത്. അങ്ങനെ 5:30 ശരംകുത്തിയിലേക്ക് എത്തിയത്. ശരംകുത്തിയിൽ ദേവസ്വം അധികൃതർ ചേർന്നുകൊണ്ടാണ് ഈ തങ്കയങ്കി ഘോഷയാത്രയെ സന്നിധാനത്തേക്ക് സ്വീകരിച്ച് ആനയിച്ചത്. അവിടെ നിന്നുമാണ് ഇപ്പോൾ നടപ്പന്തൽ കടന്ന് 18-ാം പടി കടന്ന് കൊടിമര ചുവട്ടിലേക്ക് ഇപ്പോൾ തങ്കയങ്കി എത്തിയിരിക്കുന്നത്. ഇവിടെ ദേവസ്വം അധികൃതർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരൊക്കെ ചേർന്നുകൊണ്ട് സ്വീകരിക്കുകയാണ്. ഹാരങ്ങൾ ആ തങ്കയങ്കിയുടെ മുകളിലേക്ക് ഭക്തർ അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പേടകം വഹിച്ചുകൊണ്ടുള്ള ഇപ്പോൾ സന്നിധാനത്ത് കൊടിമര ചുവട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ തീവട്ടികൾ, അതുപോലെ തന്നെ കർപ്പൂരാഴിയും ഒക്കെ തന്നെ അകമ്പടിയായി എത്തി. വാദ്യമേളങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം ഭക്തരൊക്കെ തന്നെ ശരണം വിളിച്ചുകൊണ്ടാണ് ഈ തങ്കയങ്കി ഘോഷയാത്രയെ ഓരോ ഇടങ്ങളിലും സ്വീകരിച്ചത്. ഇനി ഉള്ളിലേക്ക്, ശ്രീലകത്തേക്ക് ഈ തങ്കയങ്കി എത്തിക്കുകയാണ്. അതിനുശേഷമാകും ആ തങ്കയങ്കി ചാർത്തിയുള്ള വിശേഷാൽ ദീപാരാധന നടക്കുക. 1973 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നതിന് വേണ്ടി 420 പവൻ തൂക്കമുള്ള തങ്കയങ്കി അയ്യപ്പന് സമർപ്പിച്ചത്. അതിനുശേഷം ഈ തങ്കയങ്കി ആറന്മുള ക്ഷേത്രത്തിലാണ് സൂക്ഷിക്കാറുള്ളത്. അവിടെ നിന്നുമാണ് ഈ മണ്ഡലപൂജയുടെ സമാപന ദിവസത്തേക്ക് ചാർത്തുന്നതിന് വേണ്ടിയുള്ള അവിടെ ഘോഷയാത്രയായി സന്നിധാനത്തേക്ക് എത്തിക്കാറുള്ളത്. നമുക്കറിയാം, തിരുവാഭരണങ്ങൾ പന്തളം കൊട്ടാരത്തിലും തങ്കയങ്കി ആറന്മുളയിലുമാണ് സൂക്ഷിക്കാറുള്ളത്. മകരവിളക്ക് ദിനങ്ങളിൽ, മകരസംക്രമ പൂജ വേളകളിൽ, മകരസംക്രമ
ഉത്സവത്തിന് അയ്യപ്പന് ദീപാരാധന നടക്കുമ്പോൾ തിരുവാഭരണം ചാർത്തിയാണ് ദീപാരാധനയെങ്കിൽ മണ്ഡല പൂജയ്ക്ക് തലേ ദിവസമുള്ള ദിവസം ആ ദീപാരാധനയ്ക്ക് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് നടക്കാറുള്ളത്. ഇങ്ങനെ വിശേഷങ്ങൾ ഏറെയുള്ള വ്യത്യസ്തതകൾ ഏറെയുള്ള ക്ഷേത്രമാണ് ശബരിമല. ആ ആചാര പെരുമ കൊണ്ട് ഏറെ പ്രൗഢിയുള്ള ക്ഷേത്രമാണ് ശബരിമല. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജയും എന്നുള്ളതാണ്. നാളെ 10:10 അതുപോലെ 11:30 ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡല പൂജ നടക്കുക. ഉച്ചപൂജയുടെ ഭാഗമായി ഉച്ചപൂജയോടനുബന്ധിച്ചാണ് മണ്ഡല പൂജ നടക്കാറുള്ളത്. വിവിധ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ തന്നെ നേതൃത്വത്തിലാണ് തങ്കയങ്കി ഘോഷയാത്രയെ സന്നിധാനത്തേക്ക് സ്വീകരിക്കുകയും ചെയ്തത്. പ്രധാനപ്പെട്ട പോലീസ് ശബരിമലയിലെ കോർഡിനേറ്റർ ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുകയും ഈ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ശബരിമല സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ സുരക്ഷ തങ്കയങ്കി ഘോഷയാത്രയ്ക്കുള്ള സുരക്ഷയൊക്കെ തന്നെ ഒരുക്കിയിരുന്നത്. ഏതായാലും ഇപ്പോൾ സന്നിധാനത്തേക്ക് തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര എത്തി. ഇപ്പോൾ ശ്രീലകത്തേക്ക് തങ്കയങ്കി കൊണ്ടുപോയിരിക്കുന്നു. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ആ തങ്കയങ്കി ഏറ്റുവാങ്ങി സന്നിധാനത്തേക്ക് ശ്രീലകത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനുശേഷം ഭക്തർ കാത്തിരിക്കുന്ന ആ അസുലഭ വേള ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ശബരിമലയിലേക്ക് ഇപ്പോൾ തങ്കയങ്കി എത്തിയിരിക്കുന്നത്. സന്നിധാനത്തേക്ക് തങ്കയങ്കി എത്തിയിരിക്കുന്നത് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നാണ് തങ്കയങ്കി മണ്ഡല പൂജയ്ക്ക് ചാർത്താനുള്ള തങ്കയങ്കിയുമായി ഇപ്പോൾ ഈ ഘോഷയാത്ര എത്തിയത്. വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ശബരിമലയിൽ തുടരുന്നുണ്ട്, സന്നിധാനത്ത് തുടരുന്നുണ്ട്. സുജിത്, പറയൂ. മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നിരവധി ഭക്തർ ഇതിന് അകമ്പടി സേവിച്ചിരുന്നു. ശരംകുത്തിയിലെത്തി തുടർന്ന് സന്നിധാനത്തേക്ക് ഈ തങ്കയങ്കിയെ ആനയിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. നാളെ രാവിലെ 10:10 11:30 ഇടയിലാണ് മണ്ഡല പൂജ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.